ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ ഓൾഡ് മോഡൽ ആക്റ്റീവയാണ്. വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. നമ്മൾ കിക്കർ അടിച്ചാലും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല, അതേപോലെ സെൽഫിലും വണ്ടി എടുക്കുന്നുണ്ടായില്ല. അപ്പോൾ നിലവിൽ കംപ്ലൈൻറ്റ് സെൽഫ് എടുക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ കാർബൺ പോയേക്കണം കേട്ടോ. ഇത് ഫുൾ സെറ്റ് അത് തേഞ്ഞുമാനം വന്ന് വിട്ടുപോയേക്കാം. അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റായിട്ട് സെറ്റ് വരുന്നുണ്ട്. നമുക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വന്ന റേറ്റ് 373 രൂപ നമുക്ക് ഐറ്റത്തിൻ്റെ വരണ്ട. അതാകുമ്പോൾ ഇതേപോലെ തന്നെ ഫുൾ അസംബ്ലി ആയിട്ട് വരാം. അതിൻ്റെ ബ്രഷും കാര്യങ്ങളും അതേപോലെ ഹോൾഡർ സെറ്റായിട്ട് തന്നെ. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓക്കെ ആയിക്കോളും. പിന്നെ കിക്കറിൽ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ആവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ വന്ന പിനിയൻ ഈ റാച്ചറ്റ് വീല് കംപ്ലൈൻ്റ് ആണ്. അതിൻ്റെ ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ പല്ലൊക്കെ ഒടിഞ്ഞ് വേഗം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെ ഈ സൈഡിലുള്ളതാണ്. ആ സൈഡ് മൊത്തം ഡാമേജ് വന്ന് പോയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇരിക്കുന്ന ഈ കിക്കറിൻ്റെ ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ വന്ന ആ ബുഷ് കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വന്ന ഈ ടീത്ത് വന്ന വീലുകൾ, ആ വീലിനും തേയ്മാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഐറ്റം കറക്റ്റ് അലൈൻമെൻറ്റിൽ നിൽക്കാതെ വരികയും നമ്മളത് ഓവർ ലോഡ് കൊടുത്തടിക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്നതിൻ്റെ മെയിൻ റീസൺ. ഇപ്പോൾ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഈ വീല് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കത് മോട്ടറിൻ്റെ സെൽഫ് എടുക്കാത്ത എന്തൊരു കംപ്ലൈൻ്റ് ഒന്ന് കിക്കർ അടിച്ച് നോക്കണമെങ്കിൽ ഈ വീല് മാറ്റിയിട്ടാലാണ് പറ്റുള്ളൂ. അത് വേണമെങ്കിൽ നമുക്ക് റെഡിയാക്കാം. പിന്നീട് നമുക്ക് ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ വണ്ടി കുറച്ച് ലേറ്റായിട്ടാണ് കയറിയേക്കണത്. ഇതഴിച്ച് അതിൻ്റെ ഉള്ളിൽ വന്ന ബുഷ് റെഡി അതടക്കം റീസെറ്റാക്കി എടുത്താലാണ് ഈ ഇത്രയും പ്ലേ പാടില്ല. അത്രയും പ്ലേ വരുമ്പോഴാണ് ആ തേയ്മാനം കൂടുതൽ വരെയും വീല് കംപ്ലൈൻറ്റ് വരെയും ചെയ്യണം. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഒന്ന് കൊണ്ടുവന്നത് ക്ലിയർ ആക്കി ഇടാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അത് സമയമുള്ളപ്പോൾ വയ്ക്കുക. അത് മുൻകൂട്ടിയൊന്നും വിളിച്ച് മുൻകൂട്ടി ബുക്കിംഗ് ആയിട്ടൊന്ന് ചെയ്തിടാം. അതിനുശേഷം വണ്ടി കൊണ്ടുവന്ന് വെച്ചാലാണ് നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ള സമയം കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീലും ആ മോട്ടറിൻ്റെ കേസും കൂടി മാറ്റി റീസെറ്റാക്കി ഇടുക. അപ്പോൾ ഇപ്പോൾ ഉള്ള കംപ്ലൈൻറ്റ് നമുക്കത് റെഡിയാക്കാം, വണ്ടി സ്റ്റാർട്ടിങ്ങിലേക്ക് ആക്കിയേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.